മലർ മാഹാത്മ്യം. മലര് ആർക്കൊക്കെ ഇഷ്ടമാണ്? രോഗികൾക്ക് മലര് ഇഷ്ടമാണ്, അവർക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. കവികൾക്ക് മലര് ഉണ്ട്. കവിതയ്ക്കൊരു വസ്തുവായിട്ട് കവിത എഴുതാൻ വേണ്ടിയിട്ട് മലരെടുക്കാം. കുഞ്ഞൻ നമ്പ്യാർ പട്ടര് പോകുമ്പോൾ മൊട്ടത്തലയിൽ ഒരു പിടി നെല്ലാൽ മലര് പൊരിക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നും മലര് പൊടിച്ചു വയ്ക്കുന്ന ആളുടെ സ്വപ്നം കണ്ട് കോഴിയെ വളർത്തി ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അതിനെ വിറ്റ് മുട്ട വിറ്റും പശുവിനെ വിറ്റ് പശു പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായി അതിനെ കൊണ്ട് വീട് വെച്ച് കല്യാണം കഴിച്ച് അങ്ങനെ ആ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭാര്യ വന്ന് പശുവിന് പാല് കറന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ വെച്ച് കഴിയുമ്പോൾ ഭാര്യയ്ക്കിട്ടൊരു തൊഴി ഒഴിക്കുമെന്ന് പറഞ്ഞ് മുകളിലോട്ട് കാല് പൊക്കി തൊഴുത്ത് മലർ കൊണ്ട് ചുവന്നിട്ട് പോയ കലമെല്ലാം കൂടെ പൊട്ടി. അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ കഥ. അയാൾ കണ്ട സ്വപ്നമാണ്. അങ്ങനെ മലര് വിറ്റ് കോഴിയെ വളർത്തി വിറ്റ് പശുവിനെ വാങ്ങിച്ച് പശു സമ്പത്ത് തന്നു കഴിയുമ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി. കുട്ടിക്ക് പാല് കൊടുക്കാതെ സമയം ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയ്ക്കിട്ടൊരു തൊഴി കൊടുക്കുമെന്ന് പറഞ്ഞ് തൊഴിച്ച് സ്വന്തം തലയിലിരിക്കുന്ന കാലത്തിനിട്ട്. അതൊരു കഥയാണ്. പിന്നെ മലരിൻ്റെ മാഹാത്മ്യം രോഗികൾക്ക് എങ്ങനെയാണ്? ഛർദി, നമ്മൾ ബസ്സിൽ പോകുമ്പം കുറച്ച് മലര് കരുതി വരുന്നാൽ ഛർദിക്കണം തോന്നി കഴിച്ചാൽ ഛർദി ഉണ്ടാവില്ല. അതുപോലെ മലര് കഞ്ഞി വെച്ച് കുടിക്കുക. മലരും ചുക്ക് ഇട്ട് വെന്ത് കഞ്ഞിയാക്കിയിട്ട് അത് കൂടെ സേവിക്കുക. ഇത് മരുന്ന് കഞ്ഞിക്ക് ആയിട്ട് മേടിച്ച മലരാണ്. മരുന്ന് കഞ്ഞിക്കകത്തും മലരും കൂടെ കൂട്ടി നമുക്കിട്ട് കഞ്ഞി വെച്ച് കുടിക്കാവുന്നതാണ്. ഞവരേരിയും മലരും ഒക്കെ ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കാം. ഇക്കിൾ ഉണ്ടാകുകയാണെങ്കിൽ മലർപ്പൊടിയും ജീരകവും ചൂർണവും തേൻ ചേർത്ത് സേവിക്കുകയാണെങ്കിൽ ഇക്കിൾ ശമിക്കുന്നതാണ്. അതിസാരം, മലര്, ഇഞ്ചി എന്നിവ 10 കഴഞ്ച് വീതം കൂവളത്തിൻ്റെ വേര് 40 ഗ്രാം കൂടി ചതച്ച് ഒന്നാഴി വെള്ളത്തിൽ കഷായം ഇട്ട് അത് നാഴിയാക്കി ആ കഷായം മിതമായി സേവിക്കുക. അങ്ങനെ സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിസാരം, വയറ്റിളക്കം ഒക്കെ ഇതാണ് കൂവളം. നമ്മുടെ മുറ്റത്ത് കൂവളം നിൽപ്പുണ്ട്. കൂവളമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരെടുത്ത് കൂവളത്തിൻ്റെ പേര് മലരും ഇഞ്ചിയും കൂടെ കഷായം വെച്ച് കുടിച്ചാലും അതിസാരവും ഛർദി ഒക്കെ ശമിക്കും. കൂവളത്തിന് അങ്ങനെ ഒരു ഗുണം കൊണ്ടുണ്ട്, ഛർദിയെ ഇല്ലാതാക്കാനുള്ളത്. കൂവളത്തിൻ്റെ കായ്ക്കാത്ത മാങ്ങയും കഷായം വെച്ച് കുടിച്ച് ഛർദി മാറ്റാറുണ്ട്. കൂവളത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പിന്നെ പറയാം.